സിനിമയിലെ പ്രിയങ്കരിയായ നടിയാണ് അംബിക. ഒരു കാലത്ത് സിനിമയിൽ തിളങ്ങി നിന്ന താരമായിരുന്നു. സിനിമയിൽ നിന്നും തനിക്ക് ഒരുപാട് തിക്ത അനുഭവങ്ങൾ നേരിട്ടുണ്ടെന്നാണ് അംബിക പറയുന്നത്. സിനിമയിൽ തന്നെ ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുള്ള ഫീമെയിൽ ആർട്ടിസ്റ്റുകളാണെന്നും അതൊന്നും തനിക്ക് ഒരിക്കലും മറക്കാനാവില്ലെന്നും അംബിക പറയുകയാണ്. ഒരു ദിവസം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ടേബിളിന് മുന്നിൽ വെച്ച് പോലും ഒരു നടി തന്നെ അപമാനിച്ചിട്ടുണ്ടെന്നും അതിനൊക്കെ പിൽക്കാലത്ത് താൻ മധുരപ്രതികാരം ചെയ്തിട്ടുണ്ടെന്നും അംബിക പറയുകയാണ്. എന്നെ ഒരുപാട് ഹർട്ട് ചെയ്ത ഫീമെയിൽ ആർട്ടിസ്റ്റുകളായിരുന്നു. തുടക്ക സമയത്തൊക്കെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ എന്നെ ഇൻസൾട്ട് ഒരുപാട് ചെയ്തിട്ടുമുണ്ട് താനും. എറണാകുളത്തെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡിന് സമയമായപ്പോൾ എല്ലാവരെയും വിളിച്ചു. കഴിക്കാനായി ഞാൻ ചെന്നപ്പോൾ ഞാൻ കേൾക്കെ അവർ പറയുകയാണ്, നിങ്ങളൊക്കെ പുതിയ ആൾക്കാരൊക്കെ അല്ലേ, എന്താ അതിന്റെ ആവശ്യമെന്ന്, കരിമീൻ കഴിച്ചില്ലെങ്കിൽ ഇറങ്ങില്ലേ എന്നൊക്കെ ചോദിച്ച് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. ഞാൻ ആകെ വല്ലാതായി ആ സമയത്ത്. എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണക്കാര്യത്തിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വല്ലാതെ ഹേർട്ടാവും. മോളിങ്ങി വാ, നീ കഴിക്കണ്ട എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ കണ്ണൊക്കെ അങ്ങ് കണ്ടമാനം നിറഞ്ഞു. അമ്മ എന്നെ വിളിച്ച് മോൾ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞു. എന്നിട്ട് എറണാകുളത്തെ ഒരു ഗ്രാൻഡ് ഹോട്ടലിലുണ്ട്, അവിടെ പോയി 4-5 കരിമീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതുതായിട്ട് വന്ന ആൾക്കാരല്ലേ, ന്യൂ കമർ ആണല്ലോ, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്നാണ്. അവർ വേറെയും 1-2 പടങ്ങളിൽ എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് എനിക്ക് വേറൊരു ഷൂട്ടിന് പോകണം. അന്ന് വൈകുന്നേരത്തെ ട്രെയിനിനാണ് പോകേണ്ടത്. ഇവർ മനഃപൂർവ്വം ഒരു ഷോട്ടിൽ 10-12 ടേക്ക് വരെ പോയി. ഡയറക്ടർ എന്നെ വിളിച്ചിട്ട്, എടി കൊച്ചേ, നിനക്കും അവർക്കും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല ചേട്ടാ എന്ന് ഞാൻ പറഞ്ഞു. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഇവർ ഡയലോഗ് പറയും, തെറ്റും, വീണ്ടും ഡയലോഗ് പറയും, വീണ്ടും തെറ്റിക്കും, അങ്ങനെ പോകുകയാണ്. ഒരു പ്രാവശ്യവും 2 പ്രാവശ്യവും 3 പ്രാവശ്യമാണെങ്കിൽ ഓക്കെ, പിന്നെ നമുക്ക് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് മനസ്സിലാകുമല്ലോ. പിന്നെ വേറൊരു ആർട്ടിസ്റ്റും മോശമായ രീതിയിൽ ഇതുപോലെ പെരുമാറിയിരുന്നു. അതും ലൊക്കേഷനിലാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വലിയൊരു ടേബിളൊക്കെ ഇട്ട് ഇലയൊക്കെ ഇട്ടു. ആ സമയത്ത് ഊണ് കഴിക്കാൻ വരൂ എന്ന് വിളിച്ചു. ഞാൻ ചെന്ന് ഇരിക്കാൻ തുടങ്ങുമ്പോൾ നോ നോ നോ, യു ഗോ ആൻഡ് സിറ്റ് ദയർ എന്ന് പറഞ്ഞു. നീ ഇവിടെ ഇരിക്കണ്ട, ഞങ്ങൾ സീനിയേഴ്സ് ആണ്, നീ അവിടെ പോയി ഇരിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ നേരെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് അങ്ങ് പോയി. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ഇതാണ്, നിനക്കെന്നും പറഞ്ഞ ഒരു കാലം വരും, അന്ന് നീ മധുരമായിട്ട് പകരം ചോദിക്കണമെന്നും അച്ഛനും അമ്മയും എന്നോട് ഒരുമിച്ച് പറഞ്ഞു.